വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായല്ലേ നമ്മൾ ലോങ് വീഡിയോസ് ഇട്ടിട്ട്. സത്യം പറഞ്ഞാൽ മടിയെന്ന് വെച്ചാൽ അങ്ങ് അറ്റത്തെ മടിയാണ് കേട്ടോ. അതും ഒരു കാരണമാണ്. അതല്ലാതെ തന്നെ പഴയതുപോലെ ലോങ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഉള്ള ഒരു ടച്ച് പോയി. മുന്നേ എല്ലാ വീക്കും ഇങ്ങനെ ചെയ്യുമായിരുന്നു. ബട്ട് ഇപ്പോൾ ഭയങ്കര മടിയെന്ന് വെച്ചാൽ ലോങ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർക്കുമ്പോഴേ വല്ലാത്തൊരു തളർച്ച അങ്ങ് ബാധിക്കുകയാണ്. അങ്ങനെ തന്നെ പറയാം. ബട്ട് എന്നെ തന്നെ പുഷ് ചെയ്ത് ഇന്ന് ഞാനൊരു ലോങ് വീഡിയോയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് കേട്ടോ. സത്യം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഓൾ അബൌട്ട് ഗീവ് അവേ. നമ്മൾ 3 ഗീവ് അവേസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 3 ഗീവ് അവേസിനെയും നമുക്ക് 3 വിന്നേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. 3 വിന്നേഴ്സിനും എന്താണ് ഗിഫ്റ്റ്? നമ്മുടെ കസ്റ്റമൈസ്ഡ് ടെംപ്ലേഴ്സ് തന്നെയാണ് കേട്ടോ. സോ ആ 3 പേർക്കുള്ള ടെംപ്ലേഴ്സ് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ് ഞാൻ. ഡിസൈനിങ് പ്രോസസ്സൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഞാനിതിൽ കാണിക്കുന്നില്ല, കാരണം ഇടയ്ക്ക് വെച്ച് കറണ്ട് പോയപ്പോഴത്തേക്കും പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇല്ലാത്ത കറണ്ടിൽ ഞാൻ എങ്ങനെയൊക്കെയോ ഇടയ്ക്കൊന്ന് പോയി വന്ന് നിന്ന സമയത്ത് പെട്ടെന്ന് ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് നല്ല വൃത്തിക്ക് അതിൽ ഒട്ടിച്ചെടുക്കണം എന്നുള്ളൊരു പരിപാടി മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഗീവ് അവേനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി എനിക്ക് തരാമോ എന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഗീവ് അവേ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഭയങ്കര മുക്കിലും മൂലകളിലും എല്ലാം ഗീവ് അവേ ആണ്. ഇപ്പം ക്രിയേറ്റേഴ്സ് എല്ലാവരും അവരുടെ വീഡിയോ 10 ആൾക്കാരുടെ അടുത്ത് എത്തിക്കാനും അവരെ കുറച്ച് പേരൊന്ന് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഗീവ് അവേ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയത്. ശരിക്കും ഗീവ് അവേയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് തിരിച്ചൊരു വേ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്കിതിന് മുന്നേ ഒരു ചാനലുണ്ടായിരുന്നു. അതിലൊന്നും ഇത്രയും ഇതായിട്ട് ഗീവ് അവേസ് ഒന്നും നടത്തിയിട്ടില്ല. എങ്കിൽ പോലും എനിക്ക് ആ ചാനലിൽ ഒരു അറൗണ്ട് 3000 ആൾക്കാരോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ഗീവ് അവേനെ പറ്റി മെൻഷൻ പറയുന്ന വീഡിയോസ് മാത്രമേ 10K, 15K, 20K ഒക്കെ വ്യൂസ് പോവാറുള്ളൂ. അതേസമയം നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് ചെയ്ത് അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഇട്ടാൽ സത്യം പറഞ്ഞാൽ കാണാൻ ആരുമില്ല. ഈ ഗീവ് അവേ തന്നെ നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ആയിട്ട് ഇടാനും പറ്റില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് സോർട്ട് ചെയ്യാൻ അതായത് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നം പോലെ ഇതിപ്പോൾ മുന്നിൽ കിടപ്പുണ്ട്. ഇപ്പോൾ എനിക്കാണെങ്കിൽ പോലും ഈ ഗീവ് അവേ എന്ന് പറയുന്ന ഒരു സംഭവത്തിനോടുള്ള ഒരു ഇഷ്ടം അങ്ങ് പോയി കിട്ടി. കാരണം ഗീവ് അവേ പറ്റി മെൻഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് വ്യൂസ് കിട്ടുള്ളൂ. അതർവൈസ് ഇതൊന്നും കാണാൻ ആരുമില്ല എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാ വീക്കിലും ഇങ്ങനെ ഗീവ് അവേ കൊടുത്തിരിക്കാമെന്ന് പറയുന്നതും പോസിബിൾ അല്ല. ഞാനിപ്പോൾ ഈ ഗീവ് അവേ ഇത്ര പുഷ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഡ്രീമായിരുന്നു 2026 സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10K എങ്കിലും അച്ചീവ് ചെയ്യണമെന്നുള്ളത്. ആ ഒരു ഗോൾ എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ബൾബ് കത്തിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് ഞാനും ഇപ്പം ആ ഒരു കാറ്റഗറിയിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നത്. കാരണം എൻ്റെ ഒരു ഡ്രീം എനിക്ക് അച്ചീവ് ചെയ്തെടുക്കണമെന്നൊരാഗ്രഹം ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെയാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ച് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്ന സീൻസിനെ പറ്റിയിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടെംപ്ലേഴ്സാണ് കേട്ടോ ഞാൻ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹോപ്പ് നിങ്ങളത് രണ്ടും വൈബ് ചെയ്ത് പോകുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ 10K എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപ്പാടിലും ഞാനും ആ ഒരു കാറ്റഗറിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു എന്നല്ലാതെ സത്യം പറഞ്ഞാൽ ഈ ഒരു സംരംഭത്തിൻ്റെ അടുത്തോട്ട് എനിക്കും വലിയ താല്പര്യമോ കാര്യമൊന്നുമില്ല. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുടെ അടുത്ത് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കാനുള്ള ഒരു വഴിയാണ് ഗീവ് അവേ. പക്ഷേ ഗീവ് അവേ നടത്താൻ വേണ്ടി മാത്രമായി പോകുന്ന രീതിയിലേക്ക് നമ്മുടെ ചാനൽസ് എത്തുന്നുണ്ട്. അതും എന്നെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ബട്ട് നമ്മൾ ഓരോരോ മൈൽ സ്റ്റോൺ അച്ചീവ് ആവുന്നതനുസരിച്ച് ഗീവ് അവേസ് നടത്താതെ ഒന്നും ഇരിക്കില്ല. നമുക്ക് ഓരോ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാനുണ്ട്. അപ്പോഴൊക്കെ ഞാനും ഗീവ് അവേസ് നടത്തും. പക്ഷേ ഈ മൈൽ സ്റ്റോൺ അച്ചീവ് ആവുന്നത് തന്നെ ആയിരിക്കണം ഒരു മുന്നിൽ നിൽക്കേണ്ട ഒരു സംഭവം എന്നുള്ളത് ഞാനിപ്പോൾ കുറച്ചുകൂടെ ഗൗരവത്തിലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ എന്താണ് വീഡിയോസ് കറക്റ്റായിട്ട് ഡെയിലി ഇന്നും ഞാൻ ഇടാൻ ശ്രമിക്കാറുണ്ടെങ്കിൽ പോലും ക്രാഫ്റ്റ് വീഡിയോസ് ഇടയ്ക്ക് ഞാൻ ഇടാറില്ല. അതെന്താണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒരുപാട് ഐഡിയാസ് ഇങ്ങനെ ഫ്ലഡായിട്ട് കിടക്കുകയാണ് മൈൻഡിൽ. കുറേ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ
എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഇപ്പം നമ്മുടെ കവായി സ്റ്റിക്കേഴ്സിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് അതുപോലും വാങ്ങിക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല ചേച്ചി എന്ന് പറയുന്നവരുണ്ട്. എടാ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളങ്ങനെ പറയാതിരിക്കുക. നമ്മളങ്ങനെ പറയാൻ ശ്രമിച്ചാൽ അങ്ങനെ ആയിപ്പോവും. നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്ന സാധനം നമ്മൾ പറഞ്ഞു പറഞ്ഞ് നമ്മുടെ റിയാലിറ്റീനെ അങ്ങനെ ആക്കിയെടുക്കും. എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ ചെയ്യും, അങ്ങനെയൊക്കെ കുറേ അഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. ഞാനിത് പറയാൻ തുടങ്ങിയാൽ എൻ്റെ സൈക്കോളജി ബ്ലാ 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 കാര്യങ്ങളിലൊക്കെ പോയപ്പം. സോ ഞാനത് ജസ്റ്റ് പറഞ്ഞ് നിർത്തുകയാണ് ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ അഫോർഡബിൾ റേറ്റിൽ എല്ലാവർക്കും സ്റ്റിക്കേഴ്സ് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് അതൊന്ന് ലോഞ്ച് ചെയ്ത് ഇറക്കണം. അതുമാത്രമല്ല, ഒരുപാട് പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കാണ്. എൻ്റെ മടി ഇങ്ങനെ ഭയങ്കര ഹൈ ലെവലിൽ നിൽക്കുന്നത് കൊണ്ടാട്ടോ എനിക്ക് പ്രൊഡക്ട്സ് ഒന്നും ലോഞ്ച് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു സൈഡ്. ഞാൻ പറയാൻ തുടങ്ങിയാൽ അവിടെ ഇവിടെ എത്താതെ നിൽക്കുന്നൊരു വ്ളോഗായി പോകും ഇത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ആയി, അവിടെ ഇവിടെ എത്താത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന പോലെ ആവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞാൻ എന്തായാലും നിങ്ങളുടെ ടെംപ്ലേറ്റ്സൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് ഞാൻ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അയക്കുന്നുണ്ട്. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഹായ്, ഞാൻ നിങ്ങളുടെ കമൻറ്റ്സ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ കമൻസിൽ ഞാനിങ്ങനെ കമൻസ് ഇങ്ങനെ മിക്ക കമൻസിലും എൻ്റെ കൈ ഇന്നൊരു മഷ്റൂം ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ കസിൻ്റെ മോൾക്ക് ഇത് കൊടുത്തുവിടാനുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ കസിൻ്റെ മോൾക്ക് ഫാൻസി ഡ്രസ്സോ ലൈക്ക് അങ്ങനെ എന്തോ സ്കൂളിലെ പരിപാടി. അപ്പോൾ മഷ്റൂം ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ കയ്യിൽ കുറച്ച് റെഡ് കളേഴ്സ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ കമൻസ് എല്ലാം ഞാൻ ഒരു കമൻറ്റ് രാത്രി കിടക്കുന്നതിന് മുന്നേ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ നമ്മളിങ്ങനെ കമ്മ്യൂണിറ്റിയിൽ സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കാത്തതായിട്ട് ഒരു കമൻറ്റ് പോലും കാണാൻ പാടില്ല. സോ കമൻറ്റ്സ് ഞാനിങ്ങനെ നോക്കി തീർത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ വന്ന് കിടക്കുന്ന കമൻറ്റ് സ്നോബലിൻ്റെയാണ്. ദ എഡിറ്റിംഗ് ഈസ് ഓസം, സോ സാറ്റിസ്ഫൈങ് ടു വാച്ച് ദ പ്രോസസ്. താങ്ക് യു സോ മച്ച് സ്നോബൽ. ഓ മൈ ഗോഡ്. നമ്മുടെ ശരിക്കുമുള്ള ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് 990 ഒക്കെ എനിക്ക് തിരിഞ്ഞോ 2993 ആണ്. നമുക്കിനി 3K ആവാൻ വെറും 8 പേരുടെ ആവശ്യം കൂടെ ഉള്ളൂ. അത് ഞാനിങ്ങനെ നോക്കി ഇരിക്കുന്നത് ഓക്കെ, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്ന നമ്മുടെ ആമി, പിന്നെ ഗാലക്സി വൈ, എനിക്ക് അവരെ അല്ലാ സീരിയസ്ലി പറയാ, ഞാൻ നോക്കിയിരിക്കുന്നത് ഓക്കെ, പക്ഷേ നിങ്ങളും എനിക്ക് അങ്ങനെ ആവാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുന്നത് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. നിങ്ങളും 3K ആവാൻ എന്നെ പോലെ ഇങ്ങനെ കാത്തിരിക്കാന്ന് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആക്ച്വലി ഞാനിത് ഇങ്ങനെ എടുത്തു പോയാൽ എൻ്റെ സൗണ്ട് ഇടറാൻ തുടങ്ങും. അത്രയും നല്ല സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെത്. എനിക്ക് അത്രയും നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. വെൽ ഡൺ ഷിഫ, വെൽ ഡൺ. ഇപ്പൊ എന്നെ ഇവിടെ അപ്രീഷിയേറ്റ് തന്നെ അറിയില്ല. വെൽ ഡൺ. എന്തല്ലേ, മാഷാ അല്ലാഹ്, ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സപ്പോർട്ട്. ഞാൻ നമ്മുടെ ചാനലിലെ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ആൻസർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതിൽ അൺഫോർച്ചുനേറ്റ്ലി ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ താഴെ ഒത്തിരി പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പം അങ്ങ് ചെയ്യാം. ഞാൻ വാക്ക് പറഞ്ഞതല്ലേ, അത് പാലിക്കാതിരുന്നാൽ പിന്നെ അടുത്ത ടെൻഷനായിരിക്കും എനിക്ക്. നമ്മുടെ പോപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് ഞാനിപ്പോൾ പറയാമേ. ഓക്കെ, നമ്മുടെ ജിജിമോൾ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ക്യാൻ യു മോട്ടിവേറ്റ് അതേഴ്സ് വിത്ത് യുവർ ലവ്ലി വേർഡ്സ്? അങ്ങനെ ചോദിച്ചാൽ ഹൗ ക്യാൻ ഐ മോട്ടിവേറ്റ് അതേഴ്സ് വിത്ത് മൈ ലവ്ലി വേർഡ്സ്?
സ്റ്റേ ഹാപ്പി, സ്റ്റേ സ്ട്രോങ്. എനിക്ക് ഒറ്റ വാക്കിൽ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരൊറ്റ സിംഗിൾ വേർഡിൽ പറയാനാണെങ്കിൽ ഞാൻ ആദ്യം പറയുന്ന വാക്ക് സ്റ്റേ സ്ട്രോങ്. സ്റ്റേ സ്ട്രോങ്, ഈ ഒരൊറ്റ വാക്കേ ഞാൻ പറയുള്ളൂ. വെൽ ദാറ്റ്സ് എ ഗുഡ് decision. Okay, snowball the question, how do you stay positive and motivated when things are not going as planned? അങ്ങനെ വെച്ചാൽ നിങ്ങളെക്കാളും ശോകമാണ് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഹൗ ഡു യു സ്റ്റേ പോസിറ്റീവ് ആൻഡ് മോട്ടിവേറ്റഡ് വെൻ തിങ്സ് ആർ നോട്ട് ഗോയിങ് ആസ് പ്ലാൻഡ്. പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പ്ലാൻ മാറ്റും. അത് തന്നെ ഞാൻ ചെയ്യുന്ന കാര്യം. പ്ലാൻ മാറ്റിയിട്ട് ഒന്നേന്ന് ആ മോട്ടിവേഷൻ വീണ്ടും തിരിച്ചുകൊണ്ടുവരും. ഇപ്പം ഞാൻ പ്ലാൻ ചെയ്തൊരു സാധനം നടന്നില്ല, അപ്പം എന്ത് ചെയ്യുക, ഒന്നുകൂടെ ആ മോട്ടിവേഷനെ ഉണർത്തി കൊണ്ടുവരുന്നതിന് പകരം ആ പ്ലാൻ മാറ്റിയിട്ട് വീണ്ടും പുതിയൊരു മോട്ടിവേഷൻ ഞാൻ ഉണ്ടാക്കിയെടുക്കും. ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലല്ല, പുതിയതൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കത്തതേ ഉള്ളൂ കേട്ടോ. സോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതുപോലെയുള്ള ലോങ് വീഡിയോസിലൊക്കെ ഞാൻ അതിൻ്റെ ആൻസർ തരാം കേട്ടോ. സോ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യം. എനിക്ക് ഒരുപാട്, ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ ഈ അടുത്ത കാലത്ത് നൃത്തത്തില്ല, ഞാനിങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടേയിരിക്കും. ഇതെന്താണ് ഈ പറക്കണേ? അപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ആകെ വളവള ചളവള എന്നായിപ്പോയി, എങ്കിലും കുഴപ്പമില്ല. ഞാൻ എന്നെ പുഷ് ചെയ്തിരുന്നുകൊണ്ട് ഇതിലും ബെറ്ററായിട്ട് ഇനി വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കാം. എൻ്റെ ലോങ് വീഡിയോസ് നല്ലപോലെ പ്രോപ്പറായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പിപ്സ് ഡയറി എന്ന് പറഞ്ഞ ചാനലിൽ നോക്കിയാൽ മതി, അതിൽ കാണാൻ പറ്റും കേട്ടോ. സോ എല്ലാവരുടെയും കാര്യങ്ങൾ എല്ലാം ഞാൻ രാവിലെ കൊറിയർ DTDCയിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞു ക്ലിപ്പ് കൂടാണ് കേട്ടോ ഇത്. സോ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.